ഏഷ്യ കപ്പിനായി കരുത്തുറ്റ ടീമിനെ തന്നെയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. താരസമ്പന്നമായ ടീമായതിനാൽ തന്നെ ഇന്ത്യ ഏതൊക്കെ താരങ്ങളെ പ്ലേയിങ് 11ലേക്ക് പരിഗണിക്കും എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ ബാറ്റിംഗ് പൊസിഷനാണ്. ഏത് നമ്പറിലാവും ഗില്ല് ബാറ്റ് ചെയ്യുക എന്ന കാര്യം കണ്ടറിയണം. ഗില്ല് ഓപ്പണറായാൽ സഞ്ജു സാംസണ് ഓപ്പണർ സ്ഥാനത്ത് നിന്ന് മാറിക്കൊടുക്കേണ്ടതായി വരും. സഞ്ജുവിനെ ഇന്ത്യ പുറത്തിരുത്തി പുതിയ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പരീക്ഷിക്കുക എന്നത് തിരിച്ചടിയായി മാറാനുള്ള സാധ്യതകളും ഏറെയാണ്. എന്നാൽ നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ ശുഭ്മാൻ ഗില്ല് 3-ാം നമ്പറിൽ കളിക്കുന്നതാണ് നല്ലത്. ഇത് പറയാൻ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, വിരാട് കോഹ്ലിയുടെ പകരക്കാരൻ്റെ റോളാണ് ശുഭ്മാൻ ഗില്ലിനുള്ളത് എന്നതാണ്. ഇന്ത്യക്കായി T20 ഓപ്പണറായി കോഹ്ലി കളിച്ചിട്ടുണ്ടെങ്കിലും 3-ാം നമ്പറിലാണ് അദ്ദേഹം കൂടുതൽ മികവ് പുറത്തെടുത്തത്. ഗില്ലിനെ ഇന്ത്യ കോഹ്ലിയെ പോലെ ആങ്കർ റോളിൽ കളിപ്പിക്കുന്നതാണ് നല്ലത്. നേരിടുന്ന ആദ്യ പന്ത് മുതൽ കടന്നാക്രമിച്ച് കളിക്കുന്ന ബാറ്റർ അല്ല ഗിൽ. എന്നാൽ പതിയെ തുടങ്ങി താളം കണ്ടെത്തി സ്കോർ ഉയർത്താൻ അദ്ദേഹത്തിന് കഴിയും. ഭാവി നായകനായടക്കം പരിഗണിക്കപ്പെടുന്ന ഗില്ലിന് ഇപ്പോൾ ഓപ്പണർ റോൾ നൽകി ആക്രമിച്ചു കളിക്കാൻ സമ്മർദ്ദം നൽകേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും മികച്ചൊരു ഓപ്പണിംഗ് ജോഡി ഇന്ത്യക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ. ഇന്ത്യയുടെ T20 ടീമിലെ നിർണായക സാന്നിധ്യമായി മാറാൻ ഗില്ലിന് സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ആവശ്യത്തിന് സമയം നൽകി ഗില്ലിന് വളരാനുള്ള അവസരം ഒരുക്കുകയാണ് വേണ്ടത്. ഇതിനായി ഓപ്പണർ റോളിനേക്കാൾ ഗില്ലിന് ചേരുക 3-ാം നമ്പറാണെന്ന് തന്നെ പറയാം. രണ്ടാമത്തെ കാര്യം, സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ കൂട്ടുകെട്ടിനെ ഇപ്പോൾ പൊളിക്കുന്നത് മണ്ടത്തരമായിരിക്കും. 2026 T20 ലോകകപ്പ് മുന്നിൽ കണ്ട് ഈ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ശക്തമായ പ്രകടനം പുറത്തെടുത്താണ് മുന്നേറുന്നത്. പവർ പ്ലേക്കുള്ളിൽ ഭേദപ്പെട്ട തുടക്കം ടീമിന് നൽകാൻ ഈ കൂട്ടുകെട്ടിന് സാധിക്കുന്നുണ്ട്. 2-ൽ-1 മിക്ക മത്സരങ്ങളിലും വലിയ സ്കോറിലേക്ക് ഉയരുന്നതാണ് നാം കാണുന്നത്. ഇത് ടീമിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളിലൊന്നാണ്. രണ്ടുപേരും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ റൺസ് ഉയർത്താൻ ശേഷിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകെട്ട് പൊളിച്ച് ഇപ്പോൾ ഗില്ലിനെ ഓപ്പണറാക്കിയാൽ ഇന്ത്യയുടെ പവർ പ്ലേയിലെ സ്കോർ പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇക്കാരണത്താൽ ഗിൽ 3-ാമനായി സഞ്ജു അഭിഷേക് ഓപ്പണിംഗ് കൂട്ടുകെട്ട് തുടരാനുള്ള അവസരം നൽകുന്നതാണ് കൂടുതൽ നല്ലതെന്ന് പറയാം. T20 ലോകകപ്പ് വരാനിരിക്കുന്നതിനാൽ തന്നെ ഇന്ത്യക്ക് വ്യക്തമായ പദ്ധതികൾ ഇപ്പോൾ ആവശ്യമാണ്. ഇപ്പോൾ മികവ് കാണിക്കുന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ട് അനാവശ്യമായി പൊളിക്കേണ്ട കാര്യമില്ലെന്ന് തന്നെ വിലയിരുത്താം. അതുകൊണ്ട് തന്നെ ഗിൽ 3-ാം നമ്പറിൽ ആങ്കർ റോളിൽ കളിക്കുന്നതാണ് നിലവിൽ ടീമിൻ്റെ കെട്ടുറപ്പിന് നല്ലതെന്ന് നിസ്സംശയം പറയാം. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ആരംഭിക്കാൻ ഇനി അധികം കാത്തിരിക്കേണ്ടതില്ല. സെപ്റ്റംബർ 9-ന് UAE-യിൽ ഏഷ്യ കപ്പ് ആരംഭിക്കും. 2026 T20 ലോകകപ്പിന് മുമ്പ് ഏഷ്യയിലെ ക്രിക്കറ്റ് രാജാക്കന്മാരാകാൻ ആർക്കാണ് സാധിക്കുക എന്നതാണ് കണ്ടറിയേണ്ടത്. നിലവിലെ T20 ലോകകപ്പ് ജേതാക്കളെന്ന നിലയിൽ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം അവകാശപ്പെടാൻ കഴിയും. സമീപകാലത്ത് ഇന്ത്യൻ T20 ടീമിൻ്റെ പ്രകടനങ്ങളും മികച്ചതാണ്. എന്നാൽ പാകിസ്ഥാനും ശ്രീലങ്കയും ഇന്ത്യക്ക് കടുത്ത വെല്ലുവിളി ഉയർത്താൻ കെൽപ്പുള്ളവരുടെ നിര തന്നെയാണ്. ഇത്തവണ സൂര്യകുമാർ യാദവിൻ്റെ കീഴിൽ അതിശക്തമായ ടീമിനെ തന്നെയാണ് ഇന്ത്യ ഏഷ്യ കപ്പിന് ഇറക്കുന്നത്. പാകിസ്ഥാനും ഇന്ത്യയും ഒരേ ഗ്രൂപ്പിലാണ് ഏറ്റുമുട്ടുന്നത്. UAE-യും ഒമാനുമാണ് ഗ്രൂപ്പിലെ മറ്റ് ടീമുകൾ. സെപ്റ്റംബർ 10-ന് ഇന്ത്യ UAE-യെയും 14-ന് പാകിസ്ഥാനെയും നേരിടും. 19-നാണ് ഇന്ത്യ ഒമാൻ മത്സരം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.